ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ. അപ്പോൾ ECL ടൂർണമെന്റിലെ നമ്മുടെ 4ാമത്തെ മാച്ചാണ്. നമ്മൾ ഒരു കളി നമ്മൾ ജയിച്ചു, പക്ഷേ മിക്ക കളി നമ്മളിപ്പോൾ തോക്കുന്നത് നിങ്ങൾക്ക് കേൾക്കുന്ന ഇഷ്ടമല്ലെന്ന് അറിയാം. പക്ഷേ ഈ കളി നമ്മൾ ക്രൂഷ്യൽ മാച്ചാണ്. അപ്പോൾ നമ്മൾ ജയിക്കും. നമ്മൾ ജയിക്കാൻ വേണ്ടിയാണ് ഈ കളി ഇറങ്ങുന്നത്. പക്ഷേ ഞാൻ പറയില്ലേ ഗൈസ്, ക്യാച്ചുകൾ നമ്മൾ വിടുന്നതാണ് നമ്മൾ തോക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ക്യാച്ച് നമ്മൾ ഡ്രോപ്പ് ചെയ്യുന്നതാണ് നമ്മൾ തോക്കുന്നത്. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. മിസ്ഫീൽഡ് ഇല്ല, ക്യാച്ചാണ് മെയിൻ. നല്ല ഫോറൊക്കെ തട്ടി കളയതാ. എവിടെ നല്ല കളിച്ച മറ്റേ ഓടിയിട്ട് അത് പിന്നെ കീപ്പർ ക്യാച്ച് ബൈറന്ന് പിടിക്കാന്നുള്ള നീ ഇറങ്ങിയപ്പോ അങ്ങനെ കുഴപ്പമില്ല. നമ്മള് ക്യാച്ച് മെയിൻ പ്ലേയേഴ്സിന്റെ ക്യാച്ച് എടുത്തിട്ട് നമ്മള് ജയിക്കും. നമ്മളത് എന്തായാലും ജയിക്കും ബ്രോ. ഇന്ന് നമ്മൾ ജയിച്ചിട്ട് വന്നൊരു സന്തോഷത്തോടെ നമ്മളിത് പറയും, ജയിച്ചു. അതിന് വേണ്ടിയാണ് നമ്മളിന്ന് പോകുന്നത്. ഇന്ന് ജയിച്ചാലേ നമുക്ക് പറ്റുള്ളൂ, എങ്കിൽ നമ്മളടുത്ത് ക്വാർട്ടറിൽ കയറുള്ളൂ അല്ലേ? ജയിച്ചാലേ അടുത്ത ക്രൂഷ്യലാണ് രണ്ട് ടീമിലും. അവരെ ടീം 3 കളി നമ്മളെ പോലെ ഒരു കളി ജയിച്ച് 2 കളി തോറ്റ് നിൽക്കുകയാണ്. അപ്പോൾ 4 പോയിന്റ് ആവും നമ്മൾ ഒരു കളി ജയിച്ചു. അപ്പോൾ നമ്മൾ ഒരു പോളിൽ 5 ടീമാണ് കയറുന്നത്. അപ്പോൾ പോയിന്റ് നമുക്ക് അത്യാവശ്യം. അതെ, റൺ റേറ്റ് നമുക്ക് ഇച്ചിരി കുറവാണ്. ഇന്നലെ ഒരു 40 എത്ര റൺ നമ്മൾ തോന്നി. സോ നമ്മൾ നേരെ ഗ്രൗണ്ടിൽ പോകുന്നു, ടോസ് ഇടുന്നു. ഹേയ് ഗായ്സ്, അങ്ങനെ നമ്മൾ ടോസ് ഇട്ടി ബോളിംഗ് എടുത്തു. പക്ഷേ ഇന്നത്തേൽ കുറച്ച് പ്രശ്നമുണ്ട്. കാരണം ഓൾറെഡി ഗബ്രീനെ ഇറക്കാൻ പറ്റത്തില്ല. ഞാൻ ഇതിന് മുമ്പുള്ള ഫൈനൽ സ്ക്വാഡിൽ ഗബ്രി ഇല്ലായിരുന്നു. അപ്പോൾ അതിലുള്ള ആൾക്കാർക്ക് കുറച്ച് പരിക്ക് പറ്റിയതുകൊണ്ട് ഞാൻ ഗബ്രീനെ കളിക്കും. നമ്മൾ ഈ ടൂർണമെൻറ്റ് തുടങ്ങുന്നതിന് എത്ര മണിക്കൂർ മുമ്പ് ഞാൻ അറിയിച്ചതാണ്. പക്ഷേ ഇന്നലെ ഒരു മാച്ച് കളിച്ചു, അവൻ്റെ ബോളിംഗ് കണ്ടപ്പോഴത്തേക്കും ഏത് ടീമിന് അത് പറ്റത്തില്ല. അതുകൊണ്ട് സ്ക്വാഡിൽ കൊടുത്തില്ല എന്നുള്ളൊരു കാരണം പ്ലേയേഴ്സിനെ ഇറക്കാൻ പറ്റത്തില്ല എന്നുള്ളതായി. അപ്പോൾ നമ്മൾ പറഞ്ഞു നമ്മൾ കളിച്ചോളാം, നമുക്ക് 3 ഫീൽഡേഴ്സിന് ഇട്ട് തന്നാൽ മതി. അങ്ങനെ നമ്മൾ 8 പേരെ വെച്ച് നമ്മൾ ഈ മാച്ച് കളിക്കാൻ വേണ്ടി ഇറങ്ങുകയാണ്. ഒരു ചലഞ്ചായിട്ട് തന്നെ എടുത്ത് നമ്മൾ കളിക്കാൻ പോവാണ്. നമുക്ക് ബോളിംഗ് പേടിച്ചിട്ടാണ് അവര് ഇവരെ ഇറക്കണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായ. അപ്പോൾ നമ്മൾ ബോൾ പിടിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ കളിച്ചിട്ടല്ലേ ഇറങ്ങുള്ളൂ. എനർജി വേണ്ട. ഔട്ട് 3 വിക്കറ്റാണ്. 3 വിക്കറ്റാണ്. ഞാൻ സുമതിയെടുത്ത് ഇതൊന്ന് ദേവനാണെ ലീവ് എന്ന് പറഞ്ഞുതരാം. ആണ്ട് ഒരു ഡയലോഗ് അടിയില്ല. അവിടെ ചെന്നിട്ട് റൂമിന്റെ അവരെ ചോദിച്ചു എത്ര ആയിരുന്നു.
സമയമില്ല പോവാൻ. എന്താണെന്ന് എന്നുവെച്ചാൽ നമുക്ക് രാവിലെ 3 പേർക്കുള്ളത് 1200. ഞാൻ വന്ന് ഇപ്പം സബ്സ്ക്രൈബ് ക്യാച്ച് നോ ബോളോ നോ ബോളോ അല്ലല്ല ഔട്ട് ഔട്ട്. നമ്മുടെ പണ്ടുണ്ട് വെള്ളം ക്യാച്ചല്ലേ 6 പോയാ ഇരിക്കട്ടല്ലേ. കട്ടായിരുന്നു ചട്ട 50 0 കൊണ്ടിട്ടേക്കണേ.
28 runs, round 30 balls during the match. Ladies and gentlemen, you'll over there, Professor Lambert, you want. നമ്മൾക്ക് വിജയ് ചേട്ടൻ വന്നില്ല പോകുന്നുണ്ട്. ദേവ നീ വായിക്കും, നീ വായിക്കും ദേവ. ഒരാൾ ഒരു അർജൻസിയിൽ ഷിയാസ് ഇപ്പൊ നാട്ടിലോട്ട് പോയി, അവനെ പറയാൻ പറ്റില്ല. ഗബ്രി ഇന്നിവിടെ കളിക്കാനാണ് പോയത്. ഞാൻ വിചാരിക്കുന്ന അർജുനുണ്ട്, എറിയാനുണ്ട്. എനിക്ക് അതാ എൻ്റെ മൈൻഡിൽ. അപ്പം അവനെയും ഇറക്കാൻ പറ്റില്ല, ഗബ്രി ഇറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ ടീം സ്കോഡ് പോയില്ലേ. നമ്മളൊക്കെ 11 ബാറ്റ് ചെയ്യും എന്ന് വെച്ചാൽ ഒരാൾ ഭയങ്കര പോയെന്നല്ല, 11 ബാറ്റ് നമുക്ക് അടിക്കാം, പക്ഷെ നമുക്ക് എറിഞ്ഞ് പിടിക്കാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ബോളിംഗ് എടുത്തത്. ഗബ്രി എല്ലാവരും അവസാന നിമിഷം പറഞ്ഞ് ഗബ്രി ഇറക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മളൊരു 4:45 അല്ലെങ്കിൽ രാവിലെ ചെയ്യായിരുന്നു അവർക്ക്. അതെ, ഞാൻ ഇത്രേ പറഞ്ഞ രാവിലെ ആ പുള്ളി ലിസ്റ്റ് കാണണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആരൊക്കെ എന്തൊക്കെയോ സംസാരിച്ചിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ഹെൽത്തി ആയിട്ട് ഒരു ടൂർണമെന്റ് നമുക്ക് ഇൻവിറ്റേഷൻ വന്ന് നമ്മൾ കളിച്ചിട്ട് എല്ലാവരും പല സ്ഥലത്തുനിന്ന് വന്ന്, ബാക്കിയുള്ളവരെക്കാളും എല്ലാം പല സ്ഥലത്തു നിന്ന് വന്നിട്ട് നമ്മൾ ഈ കളിക്കണം, മനസ്സിലായി? അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു സപ്പോർട്ട് സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ ഗബ്രി അഫ്സലിന് വിക്കറ്റ് എടുത്തു, ഡോട്ട് ചെയ്യിച്ചു. അതാ അവർക്ക് പ്രശ്നം വരുമ്പോൾ. ഇന്ന് അവർക്ക് ക്രൂഷ്യൽ മാച്ചാണ്, നമുക്ക് ക്രൂഷ്യൽ മാച്ചാണ്. അപ്പോൾ ഗബ്രിയെ പോലെ ഒരു ബോളർ വന്ന് അവിടെ അവൻ്റെ ഓവർ ഡോട്ടായി കഴിഞ്ഞാൽ കളി ഇത് എവിടെ പോയി നിന്നുണ്ടോ. ഞാനത് അവരുടെ അടുത്ത് പറഞ്ഞു. അവർ ലിസ്റ്റ് കൊടുത്തത് ആ ലിസ്റ്റിൻ്റെ ഞാൻ പറഞ്ഞു, ബ്രോ നിങ്ങൾ അത് വിട്, ഇത് കളിയാണ്. അപ്പോൾ ഇന്നലെ എറിഞ്ഞു. അഫ്സൽ എന്ന് പറയുന്നത് ടോപ്പായി നിൽക്കുന്ന ഒരു ബാറ്റ്സ്മാൻ, അയാൾ ഔട്ടാക്കി. നിങ്ങൾക്ക് അതേ പ്രശ്നമുണ്ട്, കാരണം ഇന്ന് നിങ്ങൾക്ക് ജയിച്ചേ പറ്റൂ. അപ്പോൾ ഗബ്രിയെ പോലെ ഒരു ബോളർ വന്ന് എറിഞ്ഞാൽ നിങ്ങൾ പോവും. അതുകൊണ്ടുള്ള ഒറ്റ പേടിയാണ്. അല്ലാതെ ബ്രോ നിങ്ങൾ ഈ കമ്മിറ്റി പേര് കൊടുത്തില്ല, നമ്മൾ ക്രിയേറ്ററാണ്. ക്രിയേറ്റർ ഇപ്പോൾ അവർ 20 പേര് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ 15 പേരെ കൊടുത്തിട്ടുള്ളൂ. അവസാന നിമിഷം ഞാൻ കളിക്ക് എത്രയോ മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ അവൻ്റെ പേര് ആഡ് ചെയ്യിക്കാൻ കൊടുത്തതാണ്. അപ്പോൾ ഇവൻ ഇറക്കുന്നില്ല. മാത്രമല്ല ഒരു പോയിന്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ പ്രേമം കളിച്ചത് പിന്നെ ഒരാൾ ഇഞ്ചേർഡ് ആയതിൻ്റെ പേരിലാണ്. അതുപോലെ ആര് നമ്മുടെ ടീമിൽ നിന്ന് ഇഞ്ചേർഡ് ആയാലും ഒരു ക്രിയേറ്റർക്ക് കളിക്കാം, നമുക്ക് ഐക്കൺസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിനൊക്കെ ഞാൻ പറഞ്ഞത് ഒരു സപ്പോർട്ട് സിസ്റ്റത്തിൽ നിന്ന് വേണം. സിസ്റ്റത്തിൽ നിന്ന് സപ്പോർട്ട് ഇല്ലാണ്ട് ഇപ്പം എന്താ ഇന്ന് കണ്ടോ, ഇന്ന് 5 ഓവറെ നമ്മളെ എൻ്റെ മിസ്റ്റേക്ക് ഉൾപ്പെടെ 5 ഓവറിൽ 95 റണ്ണാണ് പോയേക്കണം. ഒന്ന് ഓർത്ത് നോക്കി, 5 ഓവറില 4 ഓവറില 90. എൻ്റെ ഫസ്റ്റ് ഓവർ 4 പോയിട്ടുള്ളൂ, 91 റണ്ണാണ് പോയേക്കണേ. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്ലേയേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളിപ്പോൾ അനീഷിനെ കൊണ്ട് എറിയിപ്പിച്ചാലോ, മനസ്സിലായി? അങ്ങനെ എറിയിപ്പിക്കേണ്ട ആവശ്യമില്ലാത്ത സ്ഥലത്താണ് ഈ റണ്ണ് പോയേക്കണേ. അപ്പോൾ അതൊക്കെ നമ്മൾ ഇനി മുന്നോട്ട് പിടിക്കുമ്പോഴത്തേനും നമുക്ക് ആ അവിടുന്ന് ഒരു സപ്പോർട്ടുള്ള ടൂർണമെൻറ്റുകൾ മാക്സിമം പിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഗ്രൗണ്ടിൽ കിടന്നിട്ട് നമ്മൾ അലമ്പാവുണ്ട്. ഇത് കുറേ പേര് കാണുന്ന നമ്മളവിടെ കിടന്ന് നമുക്ക് ആ വരുന്ന ഇമോഷൻ എല്ലാവരോടും കിടന്ന് ആലോചിച്ച് ബഹളം വെച്ചിട്ട് നമ്മൾ പോയിട്ട് ഈ കോമാളികളായിട്ട് നിൽക്കേണ്ട കാര്യം നമുക്കില്ലല്ലോ ബേസിക്കലി. അത് മാത്രമല്ല, ഇന്നലെ ഇവർ നമ്മൾ തോപ്പിച്ച ടീം സംസാരിച്ച് ഞാൻ കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയും സച്ചിൻ വന്നൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടിക്കാൻ പറ്റണില്ല. നിങ്ങൾ നന്നായിട്ട് എറിയാനുണ്ട്, നിങ്ങൾ തിരിച്ചടിക്കാനുണ്ട്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഞങ്ങൾ സത്യത്തിൽ ഇവിടുത്തെ ഐക്കൺ പ്ലേയേഴ്സിന് നന്നായിട്ട് നിങ്ങൾ എറിയാനുണ്ട്, നിങ്ങൾ ബാറ്റ് ചെയ്യുന്നുണ്ട്.
അവര് ഞങ്ങൾക്ക് അടിക്കാൻ പറ്റുന്നില്ല, എറിയാനും പറ്റുന്നില്ല എന്നാണ് അവർ പറയണത്. പിന്നെ ഒരു കാര്യം, അമ്പയറിംഗ് ഡിസിഷൻസ് ഒക്കെ ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് എല്ലാവരോടും ഒരുപോലെയാണ് കാണിക്കുന്നതെങ്കിൽ ഓക്കെ. ഇത് സെപ്പറേറ്റ് അവർ ഇന്റൻഷനലി ചെയ്യുന്നൊന്നുമല്ല പറയുന്നത്. പക്ഷെ വരുന്ന മൈൻഡ് മൊത്തം നമുക്ക് ഒരു ബോൾ നേരെ കൈ വരും, നമ്മുടെ എല്ലാ മണ്ടക്കൂടെ പോറുടെ കൈ വരും. ഇപ്പം ഞാൻ പറഞ്ഞു എല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ആ കമ്മിറ്റിയുടെ സൈഡിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടില്ല. പിന്നെ നമ്മളങ്ങനെ ഒരു കളി ജയിക്കാൻ കിട്ടുന്നത്. ഗൈസ്, ഇന്നത്തെ കളിയിൽ നമ്മൾ നിരാശരാണെന്ന് വെച്ചാൽ നീ തോറ്റെന്ന് പറയണ്ടല്ലേ? തോറ്റെന്ന് പറയുന്നില്ല, അറിയില്ല, നമ്മൾ മോങ്ങണം അറിയില്ല. നമ്മൾ സത്യം പറഞ്ഞാൽ ജയിക്കുമായിരുന്നു. എന്ത് ജയിക്കുമായിരുന്നാ കളി? നമ്മള് ഇന്നലെ കളിച്ച കളി ഒരു കളി ജയിച്ചു. ആ ജയിച്ച ടീമും കൊണ്ടാണ് ഇന്ന് കളിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഇന്ന് വന്നപ്പോൾ പുതിയ നിയമങ്ങളൊക്കെ വന്നു. ഇന്നലെ കളിച്ച ആൾക്കാരെ കളിപ്പിക്കാൻ പറ്റൂല, അങ്ങനത്തെ കുറെ റൂൾസ്. ഓൾറെഡി ഗബ്രി ലാസ്റ്റ് ആണ് നമ്മുടെ സ്ക്വാഡിലോട്ട് വന്നത്. കാരണം ഇതിൽ കുറെ ആൾക്കാർക്ക് ഇഞ്ചുറിയും പിന്നെ കുറച്ച് പരിപാടിയായിട്ട് അവരെല്ലാം പോയി. അപ്പൊ ടീമിൽ ആളില്ല. അപ്പൊ ലാസ്റ്റ് നിമിഷം നമ്മൾ ടൂർണമെന്റ് തുടങ്ങുന്നതിന്റെ അന്ന് തന്നെ ഞാൻ ഓൾറെഡി ഗബ്രിയുടെ 3 പേരെ മാറ്റിയിട്ട് 3 പേര് ആഡ് ചെയ്തു. നമ്മൾ കളി തുടങ്ങുന്നതിന് മുമ്പായിട്ട് തന്നെ ആഡ് ചെയ്തതാണ്. അതായത് കളി തന്നത് രാത്രി 11 മണിക്കാണെങ്കിൽ നമ്മള് രാവിലെ ഒരു 10-11 മണി ആയപ്പോഴത്തേക്കും ടീം പുതിയ ഓൾറെഡി കളിച്ചപ്പോ കാസർഗോഡിൽ അഫ്സൽ ബ്രോയ്ക്കൊന്നും കളിക്കാനും പറ്റില്ല. അവര് വിക്കറ്റ് ഒക്കെ പോയി, അവർക്ക് ഭയങ്കര ഇതായി. പിന്നെ അവരാണ് മൂട്ടിക്കൊടുത്ത് കോട്ടയത്തെ ടീമിന്റെ അടുത്ത് പറഞ്ഞ് ഇത് കണക്കാണ് ഗബ്രി കളിപ്പിക്കാൻ ലിസ്റ്റിലില്ലല്ലോ, പേരില്ലല്ലോ എന്നൊക്കെ. ഓൾറെഡി CCL പ്ലേയേഴ്സിന്റെ അകത്തുണ്ട് കളിക്കാൻ. അപ്പൊ അവര് 10-20 പേരെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ബാക്കിയുള്ള ടീമിൽ ആരെ കളിക്കണം പോലും നമുക്കറിയാം. നമ്മൾ കളി എൻജോയ് ചെയ്യാൻ വേണ്ടിട്ട് കളിക്കുന്ന അത്ര തന്നെ. അപ്പൊ അതിനിടയിൽ നമ്മള് 11 ഇറങ്ങി ഗബ്രിയെ കയറ്റിയിരുത്തണമെന്ന് പറഞ്ഞു. നമ്മൾ 2 പേരെ കയറ്റിയിരുത്തി. 9 പേര് അവരെ ഫീൽഡ് ചെയ്യാനായിട്ട് ഇറങ്ങാൻ പറഞ്ഞപ്പോൾ ഫീൽഡ് ചെയ്യാനും സമ്മതിച്ചില്ല. നമ്മൾ 9 പേര് വെച്ചിട്ടാണ് നമ്മൾ ഫീൽഡ് ചെയ്തത്. ഓൾറെഡി നമുക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ് സത്യം പറഞ്ഞാൽ. ഇത്രയും വലിയ ഗ്രൗണ്ടിൽ 9 പേര് നമ്മൾ ഫീൽഡ് ചെയ്തു. നമ്മൾ നമ്മൾ ചലഞ്ചായിട്ട് എടുത്ത് കളി തുടങ്ങി. പക്ഷെ ഒരു പകുതി വരെ കളി നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കളി എന്ന് വെച്ചാൽ ഓൾറെഡി ഷിയാസ് ഇല്ല, എറിയാനുള്ള ആളില്ല. 2 ബോളേഴ്സ് മാറി, 4 ഓവർ മാറി. 10 ഓവറിൽ 4 ഓവർ മാറി. 4 ഓവർ മാറിയപ്പോൾ പിന്നെ ഞാനൊക്കെ ഒന്ന് എറിയേണ്ടി വന്നു പോയി. പിന്നെ നാസിഫിന് ഇഞ്ചുറി പറ്റി. നാളെ ഇനി കളി ഇല്ല. പക്ഷെ ഇന്നത്തെ കളി അത്യാവശ്യം നല്ല 5 ഓവർ വരെ കിട്ടില്ല. 2 ഓവർ അവന്മാര് സച്ചു വിസ്മയിപ്പിച്ചു, കിളിഞ്ഞുപോയി. 2 ഓവർ അവര് വരണ്ട്. അത് സച്ചിന്റെ ആദ്യത്തെ 4 ഓവർ ഹൈലൈറ്റ്സ് ആണോ മനസ്സിലായി. ആദ്യത്തെ 4 ഓവർ 20 റൺ പോലും ഇല്ല. അത്ര അല്ല, ഈ സത്യം പറഞ്ഞ ഞാൻ വിക്കറ്റ് എടുത്ത് ഞാൻ ഇങ്ങനെയൊന്നും കിടന്ന ഇങ്ങനെ ഷോയിൽ ഞാൻ സത്യം പറഞ്ഞ കാണില്ല. ഇന്ന് കാണിച്ചത് എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന്. കാരണം ഗബ്രിയെ പോലെ ഒരു ബോളർ അവൻ ക്രിയേറ്ററാ. അപ്പൊ അവൻ നമ്മുടെ ടീമില് നിയമപരമായിട്ടും വരേണ്ടതാണ്. അവൻ ഇന്നലെ ഒരു കളി അത്യാവശ്യം അവൻ ബോൾ ചെയ്തെന്ന് പറഞ്ഞ് അവനെ മാറ്റി. കാരണം അവരും ക്രൂഷ്യൽ ഗെയിമാണ്, നമുക്ക് ക്രൂഷ്യൽ ഗെയിമാണ്. അതിനുവേണ്ടി അവർ മാറ്റി കൂടുന്ന അവിടെ കൂടെ തർക്കം. അങ്ങനെ ഇങ്ങനെ ജേഴ്സി ഇല്ലാത്തവർ ഇറക്കാൻ പറ്റൂല. അവരുടെ എല്ലാ ടീമിലും ഓരോ ഐക്കൺ നല്ല പ്ലെയർ ഉണ്ട്. നമ്മുടെ ടീമിൽ അങ്ങനത്തെ ഐക്കൺ പ്ലേയേഴ്സ് ഒന്നുമില്ല. നമ്മൾ സാധാരണ മുമ്പ് ഈ സ്റ്റിച്ച് ബോൾ കളിച്ചുകൊണ്ടിരുന്ന പ്ലേയേഴ്സ് തന്നെയാണ് ഇപ്പോഴും കളിക്കുന്നത്. അത് ഭയങ്കര വലിയ ടീമും അല്ലായിരുന്നു. പക്ഷെ നമ്മൾ കളിയുടെ സ്പിരിറ്റിൽ ആ ഒരു സന്തോഷത്തിന് വേണ്ടി കളിക്കുന്നു. പക്ഷെ കളിയുടെ സ്പിരിറ്റ് വരുമ്പോഴത്തേക്കും നല്ല രീതിയിൽ സ്പിരിറ്റ് വരും. യവന്മാര് എനിക്ക് ആ ഒരു ദേഷ്യത്തിലാണ് ഞാൻ വിക്കറ്റ് എടുത്തിട്ട് കിടന്ന് അർമാദിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഗൈസ് നമ്മൾ ഫീൽഡ് ചെയ്യാൻ, അതായത് 8 പേരേ ഉള്ളൂ, 9 പേരേ ഉള്ളൂ, 3 പേരെ ഒന്ന് ഫീൽഡ് ചെയ്യാനെങ്കിലും അനുവദിക്കണമെന്ന് പറഞ്ഞ് അവര് ഓക്കെ എന്നൊക്കെ പറഞ്ഞ് ഈ കിളിപ്പച്ചിട്ട ഇവ ചെരുപ്പ് കിട്ടണം, ചെരുപ്പ് ഊരി ഇങ്ങനെയൊക്കെ അടിച്ച് കണ്ണി തൊട്ട് കയറി ഇറങ്ങിയത്. സ്ലിപ്പർ ചെരുപ്പും നിക്കറും പോക്കറ്റില് പേഴ്സും മൊബൈൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഓടി വന്നത്. ഇതിനെനിക്ക് വിഷമം വന്നതേ പുള്ളി പറ്റൂല, പുള്ളി തിരിച്ചു ഓടി. അത് കണ്ടപ്പോ പക്ഷേ ഇവ കളിക്കില്ലേലുണ്ടല്ലോ ഭയങ്കര നമുക്ക് ഒരു ഇതായിരുന്നു. പറയുമ്പോ ചെറുക്കൻ വന്ന് എടുത്തു തരും. അതുകൊണ്ട് ECL 4 മാച്ച് കളിച്ചിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് നമ്മൾ ഇനി കളിക്കുന്നില്ല. ഞാൻ ബാറ്റിംഗിൽ 22ാമത്തെ സ്ഥാനമാണ് ഗൈസ്. ഇതൊക്കെ ഇനി എഡിറ്റഡ് ആണെന്ന് പിന്നെ പറയില്ല, കാണാൻ പറ്റൂല. 22. ബോളിങ്ങില് 7 അല്ല കാണിക്കട്ടോ. എല്ലാ ടാർസനൊക്കെ പിന്നെ ഊക്കമ്പഴി ഇത് വേണം, രേഖകൾ വേണം. പിന്നെ ഫീൽഡ് ഫസ്റ്റ് ആണ് 12 ക്യാച്ച് എടുത്ത്. പിന്നെ വേറൊരു കാര്യമുണ്ട് ഗൈസ്, MVP 3ാം സ്ഥാനമുണ്ട്. 4 കളിയിൽ നിന്നാണ് 3ാം സ്ഥാനമുണ്ട്. വലിയ വലിയ പ്ലേയേഴ്സിന്റെ നല്ല പോലെ കളിച്ചു. അതുകൊണ്ട് ഇത് ഇനി ഒരു ഓർമ്മക്കുറിപ്പായിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതായത് എന്റെ ഒരു അച്ചീവ് അല്ലേ. അല്ല, എനിക്ക് എത്രയും വലിയ പ്ലേയേഴ്സിനെതിരെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് എറിയണത്. അതെനിക്ക് അത്യാവശ്യം 2 സിക്സ് കിട്ടിയെങ്കിലും പക്ഷേ കുഴപ്പമില്ല. ഞാൻ നല്ല ഓരോ ഡോട്ട് ആക്കിയത് എന്റെ ഒരു അച്ചീവായിട്ട് ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ടാർസനെ പറ്റി വേറെ ഒന്നുമില്ല. കാരണം നമ്മളെയൊക്കെ കളിയാക്കുവാറുണ്ടല്ലോ ഡക്കൊക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ റീസൺ പറയുമ്പോ അത് പിന്നെ ഇപ്പൊ നമ്മൾ പറയണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പറയുന്നുണ്ടാണ് കേട്ടോ. പുള്ളി അറിയാം നമ്മ ഒരു സ്ഥിരം കളിക്കുന്ന ഒരു പ്ലെയർ ഒന്നും അല്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, നമുക്കറിയാം. പിന്നെ എന്നാലും പറയാതിരിക്കാൻ പറ്റില്ല.
തൊലിക്കുമ്പോ ഇപ്പൊ മനസ്സിലായി അയ്യോ 2 ഓവർ എന്നറിയും 40 റൺ അടിച്ചോണ്ട് 2 ഓവർ എന്നെ അടിച്ച് guys. ഞാൻ അല്ല, ബോളറൊന്നും അല്ല, ഞാൻ അതൊക്കെ ആക്കുമ്പോഴാ. പാർട്ട് ടൈം ബോളറാണ് ഞാൻ അങ്ങനെ എറിയണ ആളാണ്. അതൊരു ക്യാച്ച് മിസ്സായി പോയതിനു ശേഷം ഒരു 3 6 ആ ക്യാച്ച് അത് വഴിതിരിച്ചു വിടല്ലേ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. ഞാൻ കളിച്ചില്ലടോ. 2 ഓവറിൽ 40 റണ്ണ് കൊടുത്ത് ഒരു നിർണായക ക്യാച്ച് വിട്ട്. അത്രയും ഡിസ്റ്റൻസ് എന്റെ വിക്കറ്റ്. അത്രയും ഡിസ്റ്റൻസ് എന്റെ വിക്കറ്റ്. 9 മിനിറ്റ് ഗ്രൗണ്ടിൽ 9 മിനിറ്റ് അല്ലേ ഇനി അത് മിറ്റാക്കണ്ട. 2 ഓവറിൽ 40 റണ്ണ് വഴങ്ങി ഒരു ക്യാച്ച് വിട്ട്. അത്രയും വലുതല്ല എന്റെ ക്യാച്ച് വിട്ടതും പോട്ട് അത് ബൗണ്ടറി പോയി. അല്ല എനിക്ക് അങ്ങനെയല്ല, ഞാൻ വെറുതെ വിട്ടു. ഇനി ആശിം അമലായിരിക്കണം മുട്ടയും കൂടി അല്ല, അതല്ല ഞാൻ പറഞ്ഞൊന്നുമല്ല, പുള്ളിയെ കളിയാക്കിയൊന്നുമല്ല. നമ്മൾ വെളിയിരുന്ന് പറയണക്കല്ല ഗ്രൗണ്ട് ഇറങ്ങി കളിക്കുന്നത്. അത്രേ ഉള്ളൂ, അതത്രേ ഉള്ളൂ. അതിനെ പറ്റി പറ. അതങ്ങനെയല്ലോ, അങ്ങനെ പറയാൻ കളിക്കാൻ പറ്റുമായിരുന്നു ബ്രോ. നമ്മളെ ദിവസം അതെ കളിക്കാൻ പറ്റില്ല. വെളിയിൽ നിന്ന് തൊലിക്കും പോലെ അല്ല ഗ്രൗണ്ട് ഇറങ്ങുന്നത്. പറ, ക്ലിയർ ആയിട്ട് പറ. അങ്ങനല്ല, വെളിയിൽ നിന്ന് തൊലിക്കണവർക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ പറ്റും. അത് വേറെ കാര്യം. ഇന്ന് നമ്മൾ ടീമിലേക്കാം. അവന് വിരലൊടുങ്ങി. നമ്മളെ 2 മെയിൻ ബൗളർമാർക്ക് ബോൾ ചെയ്തില്ല, പകരം 2 ഇതൊക്കെയാണ് കയറി. എന്ത് ചെയ്യാൻ പറ്റും? അത് മെയിൻ ബോളറെ മറ്റേ ലവനെ അടിച്ച് എത്തി. ആരെങ്കിലും ടൂർണമെന്റ് ഒക്കെ നടത്തണമെങ്കിൽ വിളിക്കും. ഗസ്റ്റായിട്ട് വരും പുള്ളി. എനിക്ക് കിട്ടി, ഞാൻ അടിച്ചു. പക്ഷെ പുള്ളി വറുത്താണ്, പുള്ളി വറുത്താ. ഞാൻ അടിച്ചു. ഞാൻ എല്ലാം ചിലരിലൊക്കെ ഞാൻ താറ്റും. പക്ഷെ അവന്റെ ബൗളിങ്ങും കീപ്പിങ്ങും ബാറ്റിംഗ് ഒക്കെ നോർമല. ബാറ്റിംഗ് അവനെ 6 അടിക്കാൻ കഴിവൊന്നുമില്ലേ. ആരും എനിക്കറിയാൻ വയ്യ. 6 ഒന്നും പോണില്ല, പുള്ളി ബൗണ്ടറിക്ക് മാത്രം ട്രൈ ചെയ്യുന്നു. അതുകൊണ്ടാണെന്ന് തോന്നുന്നു റൺ റേറ്റ് ഭയങ്കര കുറവ്. 20 ബോളിൽ. ഞാൻ ഹാർഡ് ടെന്നീസ് ഇവിടെ വരുമ്പോഴാണ് കളിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് അതിന്റെ വലിയ വകുപ്പ് എനിക്ക്. പക്ഷേ ബൗളിങ്ങും കീപ്പിങ്ങും ഒന്ന് പോയാൽ ഒന്ന് ഞാൻ പിടിക്കും. അത് എന്റെ ഒരു ഇതാണ്. ഒന്ന് ബാറ്റിംഗ് കിട്ടില്ല, ഞാൻ ബോളിംഗിലെങ്കിലും പിടിക്കും. പക്ഷെ ഈ പുള്ളിനെ ആരെങ്കിലും ഗസ്റ്റ് വിളിച്ചിറങ്ങിയ ആരും ഗസ്റ്റ് വിളിക്കില്ല. ഞാൻ ഗസ്റ്റ് പ്ലെയറും അല്ല, നമ്മൾ നോർമൽ പ്ലെയർ. ഞാൻ ഇവിടെ ഇതുവരെ ഒരിടത്തും പോയി ഞാൻ ഒരു പ്ലെയർ ആണെന്ന് പറഞ്ഞിട്ടുമില്ല. ഞാൻ അഹങ്കാരം കളിച്ച് നടന്നിട്ടുമില്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ കളിക്കുന്നത് നമ്മുടെ സന്തോഷം. കളി ഗ്രൗണ്ടിൽ നിൽക്കുമ്പോ സ്പിരിറ്റിലാണ് നിൽക്കുന്നത്. അത് എത്ര കളിച്ചാലും കളിച്ചില്ലെങ്കിൽ ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ, ഏത് വലിയ ടോപ്പ് പ്ലെയർ വന്നാലും അയാളെ ഒരു ബോളെങ്കിലും ഡോട്ട് ചെയ്യിക്കാൻ ഉള്ളതാണ് എന്റെ ഒരു. അല്ല, പക്ഷേ സച്ചുവിന്റെ ബോളിംഗ് കിളത്തണ്ടല്ല 3 പ്രാവശ്യം പറഞ്ഞു. പറയാ വണ്ടി വെച്ച് എന്റെ ബോളിങ്ങിനെ പറ്റി പറയണമെന്ന്. ഈ ഡക്കായവരെ ഇത് അത് തമാശയല്ല, കിടിലായിട്ടിറങ്ങി. നമ്മള് ആദ്യത്തെ 4 ഓവറിൽ 20 റൺ അല്ലടാ, 20-22 റണ്ണ് ഞെട്ടിപ്പോയി. അത് പവർ പ്ലേ ആണെന്ന് ഓർക്കണം. 9 പേരെ ഫീൽഡ് ചെയ്യാവുള്ളൂ. അതിൽ ഒരാൾ കീപ്പർ, ഒരാൾ ബൗളറും പോയിട്ട് എത്രയാടാ ബാക്കി? 7 പേര്. എന്റെ പൊന്നെ, അങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇറങ്ങി പിടിക്കണമെങ്കിൽ അത് കഴിവില്ല. അതുകൊണ്ട് നമ്മൾ ECL നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. അപ്പൊ ഇത്രയോടെ ഞാൻ അടുത്തൊരു ക്രിക്കറ്റ് വീഡിയോ ആയിട്ട് വരുന്നതുവരെ ആരെങ്കിലും ഗസ്റ്റ് ഉണ്ടെങ്കിൽ വിളിച്ചെടുക്കണേ പുള്ളിയെ. എന്നെ ആരും വിളിക്കണേ. ഞാൻ ഇന്ന് അടിച്ചു. ഞാൻ ഇന്ന് അടിച്ച്, ഞാൻ തന്നെ ഡക്കായില്ല. ഇപ്രാവശ്യം അടിച്ച് ഞാൻ തന്നെ ഇന്ന് അടിച്ച് കളി കൊണ്ടുവന്നു. നമ്മള് നിന്ന സമയത്ത് 4 ഓവറിൽ കളി അപ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ തിരിച്ചു നോക്കുന്നത് ബാറ്റ് കൊണ്ട് ഓടി അവിടെ ചെന്നിട്ട് ഇതിനൊരു കുഴപ്പമില്ല. നമ്മുടെ തൊലിക്കാൻ മാത്രമേ ഉള്ളൂ, തൊലിപ്പ് മാത്രമേ ഉള്ളൂ കാര്യം. അല്ല, ഞാൻ ടാർസിനെ പറയില്ല. കാരണം ടാർസിന് ഇന്ത്യൻ ടീമിലെ പ്ലേയേഴ്സിനെ പോലെ അവസരം കിട്ടുന്നില്ല. വല്ലപ്പോഴും സഞ്ജുവാണ് നമ്മുടെ ടീം. അതുകൊണ്ട് 2 കളിയിൽ അവസരം കൊടുത്തു. ഇന്ന് കൊടുത്ത് ഇല്ല, എനിക്ക് ഈ പുള്ളിയാണ്, എനിക്ക് മറ്റവനാണ് കിട്ടുക. മറ്റവൻ അവന്റെ ഒരു കൂട്ടുകാരൻ തന്മൈ രാമൻ, നമ്മൾ അതേ പ്രായം ഉണ്ടായിട്ട് 60 വയസ്സ് തോന്നിക്കുന്ന രാമൻ, അവനെ കിട്ടണം. അവൻ ഇവിടെ വന്ന് കളിച്ചിട്ട് ഇതാണ് ഡക്കായിട്ട് വന്നിരിക്കുമ്പോഴേ ഞാൻ വിട്ടുള്ളൂ. കളിക്കില്ല, കാരണം കളിച്ചാൽ ഇതാണ് നമ്മൾ തിരിച്ചു പറയുള്ളൂ. ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ കണ്ടേ. ബൈ ഗൈസ്, ലവ് യു.